വെൽക്കം സ്റ്റുഡൻസ്. 8ാം ക്ലാസ്സിലെ റോസ പാർക്ക് സാഡ് സ്റ്റിൽ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ആദ്യത്തെ 2 വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അത് കാണുക. ഇപ്പോൾ കണ്ടിന്യൂഷനാണ്. ഇറ്റ് വാസ് ദ ടൈം ഫോർ ദ ബസ് ടു ലീവ്, ബട്ട് ഹൗ ദ ഡ്രൈവർ സ്റ്റാർട്ട്? How could the driver start? A white passenger was standing at the door and a black passenger was not getting up. കറുത്ത വർഗ്ഗക്കാരിയായ റോസ പാർക്ക് സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും? അവരെ എഴുന്നേൽപ്പിക്കണമല്ലോ. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു വൈറ്റ് പാസഞ്ചർ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നു, ബ്ലാക്ക് പാസഞ്ചർ എഴുന്നേൽക്കുന്നുമില്ല. അപ്പം എങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഡ്രൈവറുടെ ആശയക്കുഴപ്പം. ബസ് പുറപ്പെടാൻ സമയവുമായി. Other passengers grew impatient. They gave her angry looks. They muttered curses at her. Rosa neither spoke nor stirred. She sat still. മറ്റ് യാത്രക്കാരുടെ ക്ഷമയൊക്കെ നശിച്ചു. ഇംപേഷ്യൻറ്റ് എന്ന് വെച്ചാൽ ക്ഷമ നശിച്ചു. അവർ ദേഷ്യത്തോടെ അവരെ നോക്കി. They gave her angry looks. അവരെല്ലാം അവരെ ശപിക്കുവാനും തുടങ്ങി. They muttered curses at her. റോസ എന്തെങ്കിലും പറയുകയോ അവിടെ നിന്ന് അനങ്ങുകയോ ചെയ്തില്ല. അവർ സീറ്റിൽ തന്നെ ഇരുന്നു. ഷീ വാസ് തിങ്കിങ്, വൈ ഷുഡ് ഐ ഗെറ്റ് അപ്പ്? അവൾ ആലോചിക്കുകയായിരുന്നു, എന്തിന് ഞാൻ എണീക്കണം? ഐ ഹാവ് പെയ്ഡ് ദ സെയിം ആസ് ദ വൈറ്റ് പാസഞ്ചർ ഹാസ് പെയ്ഡ്. വെള്ളക്കാർ കൊടുത്ത അതേ തുക തന്നെയാണ് ഞാനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിന് എണീക്കണം? My ticket is not a cent cheaper than his and I am more tired than he is. തൻ്റെ ടിക്കറ്റിന് അയാളിനേക്കാൾ 1 സെൻറ്റ് പോലും മൂല്യം കുറവില്ല. അവിടെ സെൻറ്റ് എന്നാണ് പറയുന്നത് എമൗണ്ടിന്. അപ്പം 1 സെൻറ്റ് പോലും കുറവില്ല. ആൻഡ് ഹീ ഈസ് നൈദർ ഓൾഡ് നോർ ഡിസേബിൾഡ്. ഇനി അയാളെന്താണ്? ക്ഷീണിതനുമല്ല, അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള ആളോ അല്ല. അതുകൊണ്ട് ഞാൻ എന്തിന് എൻ്റെ സീറ്റ് ഉപേക്ഷിക്കണം? സോ വൈ ഷുഡ് ഐ ഗീവ് മൈ സീറ്റ്? ഹീ ഈസ് ആസ്കിങ് ഫോർ ദ സീറ്റ് ബിക്കോസ് ഹീ ഈസ് വൈറ്റ്. അയാൾ ഒരു വെള്ളക്കാരനായതുകൊണ്ടാണ് അയാൾ ഈ സീറ്റ് ആവശ്യപ്പെടുന്നത്. ദാറ്റ് കാൻ ബി റൈറ്റ്. അത് ശരിയല്ല. ദാറ്റ് മൊമെൻറ്റ് റോസ മെയ്ഡ് എ ഡിസിഷൻ. ആ നിമിഷം റോസ ഒരു തീരുമാനമെടുത്തു. ദിസ് റൂൾ ഈസ് അൺഫെയർ ആൻഡ് റൂൾസ് ഔട്ട് ടു ബി ഫെയർ. If a rule is unfair, it ought to go. It ought not to be in the rule book. Therefore, it ought not to be obeyed. If people go on obeying such a bad rule, it will stay in the book forever. So, someone should do something about it someday. I think that day has arrived. This rule is unfair. ഈ നിയമം നീതീകരിക്കാനാവുന്നതല്ല. അത് നല്ലതല്ല. നിയമങ്ങൾ നീതിപൂർവമായിരിക്കണം. If a rule is unfair, it ought to go. നീതിപൂർവമല്ലാത്ത നിയമങ്ങൾ മാറ്റേണ്ടതാണ്. നിയമ സംഹിതയിൽ അത്തരത്തിന് ഇടം ഉണ്ടാകരുത്. അങ്ങനെയുള്ള നിയമത്തിന് ഇടം ഉണ്ടാവരുത്. അതിനാൽ അവ അനുസരിക്കുകയും ചെയ്യരുത്. ജനങ്ങൾ ഇത്തരം മോശപ്പെട്ട നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ടാണ് അവ എന്നും നിലനിൽക്കുന്നത്. അതിനാൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. ഞാൻ വിചാരിക്കുന്നു അതിനുള്ള ദിവസം വന്നെത്തിയിരിക്കുന്നു. Someone should do something about it someday. I think that day has arrived. Now, when Rosa did not get up, the driver got angry. If he let her sit and left a white passenger standing, he was breaking the law. He and his company could be punished for it. റോസ എഴുന്നേൽക്കാതെ ഇരുന്നപ്പോൾ ഡ്രൈവർ ദേഷ്യപ്പെട്ടു. അവരെ ഇരിക്കാൻ അനുവദിച്ച വെള്ളക്കാരൻ നിർത്തിയാൽ അയാൾ നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ്. അയാളും അയാളുടെ കമ്പനിയും അതിന് പിഴ കൊടുക്കേണ്ടി വരും. ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. ഡ്രൈവർ അയാളുടെ സീറ്റിൽ നിന്നും എണീറ്റു. ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. അയാൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദി ബാക്ക്, ഹി ഓർഡേർഡ്. എണീറ്റ് പുറകിലേക്ക് പോ, അയാൾ ആജ്ഞാപിച്ചു. ബട്ട് റോസ സാറ്റ് സ്റ്റിൽ. എന്നാൽ അപ്പോഴും റോസ സീറ്റിൽ നിന്നും എഴുന്നേറ്റില്ല. ഐ ടോൾഡ് യു ടു ഗെറ്റ് അപ്പ്, ഹി സെഡ്, ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ്.
എഴുന്നേൽക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, അയാൾ വീണ്ടും പറഞ്ഞു. പക്ഷേ റോസ എഴുന്നേറ്റില്ല. She did not get up. The driver got off the bus and brought the police in. They arrested Rosa, said she had broken the law and sent her to jail. റോസ എഴുന്നേറ്റില്ല. ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു. നിയമം അനുസരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് അവർ റോസയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. The news of Rosa's arrest soon spread all over the town. The black people of Montgomery decided to fight for her to come out of the jail. റോസയുടെ അറസ്റ്റിനെ കുറിച്ചിട്ടുള്ള വാർത്ത നഗരമാകെ പടർന്നു. മോൺഗോമറിയിലെ കറുത്ത വർഗ്ഗക്കാർ റോസയെ ജയിലിൽ നിന്ന് മോചിക്കുന്നതിനായി പോരാടാനായിട്ട് തീരുമാനിച്ചു. They knew they could not fight with the police. പോലീസിനോട് പോരാടി നിൽക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. They decided to fight with the bus company instead. അതിന് പകരമായിട്ട് ബസ് കമ്പനിയോട് മത്സരിക്കാനാണ് അവർ തീരുമാനിച്ചത്. They boycotted the buses. This means they stopped using them. അവർ ബസ്സുകൾ ബഹിഷ്കരിച്ചു. ബോയ്ക്കോട്ടഡ് എന്ന് വെച്ചാൽ ബഹിഷ്കരിച്ചു എന്ന് വെച്ചാൽ ബസ് ഉപയോഗിക്കുന്നത് അവർ നിർത്തിവെച്ചു. No black passenger, they said, will use the city buses until Rosa is free. അതായത് റോസ ജയിൽ മോചിതയാകുന്നത് വരെ കറുത്ത വർഗ്ഗക്കാർ ആരും ബസ്സിൽ കയറില്ല എന്ന തീരുമാനം അവർ എടുത്തു. അവരാരും ഇനി ബസ്സിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇൻസ്റ്റെഡ് ദേ വെൻറ്റ് ടു വർക്ക് ഇൻ പ്രൈവറ്റ് കാർസ് ആൻഡ് ഷെയർഡ് ദി കോസ്റ്റ് ഓഫ് ദി ടാക്സീസ്. അതിന് പകരമായിട്ട് അവർ പിരിവിട്ട് ടാക്സിക്കാർ വിളിച്ച് യാത്ര ചെയ്യുവാൻ തുടങ്ങി. The Montgomery bus boycott went on in this way for more than a year. മോൺഗോമറിയിലെ ഈ ബസ് ബഹിഷ്കരണം ഒരു വർഷത്തോളം നീണ്ടുനിന്നു. It lasted exactly 381 days. ഏകദേശം 381 ദിവസം ഈ ബസ് സമരം തുടർന്നു. During the boycott, the bus company lost millions of dollars. This was because there were many more black bus users than white users. ഈ സമയത്ത് ബസ് കമ്പനിക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അതായത് ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമുണ്ടായി. കാരണം വെള്ളക്കാരേക്കാൾ കൂടുതൽ ബസ് യാത്രയിൽ അധികവും ചെയ്തിരുന്നത് കറുത്ത വർഗ്ഗക്കാരായിരുന്നു. കറുത്ത വർഗ്ഗക്കാരില്ലാതെ ബസ് മിക്കതും ഏതാണ്ട് കാലിയായിട്ടാണ് ഓടിയിരുന്നത് അത്രയും കാലം. വിത്തൗട്ട് ബ്ലാക്ക് പാസഞ്ചേഴ്സ് the buses ran almost empty. Meanwhile, Rosa Parks was tried in a court of law. The judge ordered her to pay a fine. He said she had broken the law of segregation. അപ്പോൾ ഇതിനിടയിൽ റോസയെ കോടതിയിൽ വിചാരണ ചെയ്തു. ട്രയലൊക്കെ നടന്നുകൊണ്ടിരുന്നു. റോസയുടെ പിഴ അടയ്ക്കുവാൻ ജഡ്ജി വിധിച്ചു. വേർതിരിവിൻ്റെ നിയമം റോസ ലംഘിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷീ ബ്രോക്കൺ ദി ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ വേർതിരിവിൻ്റെ നിയമം അവൾ ലംഘിച്ചു. റോസാസ് ലോയേഴ്സ് അഡ്വൈസ്ഡ് ഹെർ നോട്ട് ടു പേ ദ ഫൈൻ. റോസയുടെ അഭിഭാഷകൻ അവരോട് പിഴ അടയ്ക്കരുതെന്ന് ഉപദേശം കൊടുത്തു. അവരത് അനുസരിച്ചു. ഷീ ടുക്ക് ദ അഡ്വൈസ്. ദെൻ ദേ വെൻറ്റ് ടു ദി ഹയർ കോർട്സ് ആൻഡ് finally to the highest court, the American Supreme Court. പിന്നീട് അവർ മേൽക്കോടതിയിലും അവസാനം അമേരിക്കൻ സുപ്രീം കോടതിയിലും നീതി തേടി പോയി. The judges of the Supreme Court said that segregation was unlawful in public transport services. They said it was against the law of the country. പൊതുഗതാഗതത്തിൽ വേർതിരിവ് അന്യായമാണെന്ന് സുപ്രീം കോടതി ജഡ്ജി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിൻ്റെ നിയമത്തിന് ഇത് എതിരാണെന്ന് അവർ പറഞ്ഞു. So it was that Rosa Parks sat still and moved a million minds. ഇതാണ് അപ്പോഴും ഇരുന്ന റോസ പാർക്സും അതുവഴി ലക്ഷക്കണക്കിന് മനസ്സുകൾക്ക് മാറ്റമുണ്ടാക്കിയതുമായ കഥ. She began the Black American people's fight for fairness and justice to all human beings. Americans call her the mother of the Black civil rights movement. Civil rights are the rights of a country's citizen.
അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കും തുല്യനീതി ഉറപ്പാക്കുന്നതിനുള്ള പോരാട്ടത്തിന് അവർ തുടക്കം കുറിക്കുകയായിരുന്നു. കറുത്ത വർഗ്ഗക്കാരുടെ പൗരാവകാശ പ്രസ്ഥാനത്തിൻ്റെ മാതാവായാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. പൗരാവകാശം രാജ്യത്തെ ജനങ്ങളുടെ എല്ലാം അവകാശമാണ്. സിവിൽ റൈറ്റ്സ് ആർ ദി റൈറ്റ്സ് ഓഫ് എ കൺട്രീസ് സിറ്റിസൻസ്. Many years before, Rosa Parks sat still in that bus. Something else had happened in another country. റോസ ബസ്സിലിരിക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു രാജ്യത്ത് വേറൊന്ന് സംഭവിച്ചത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. എ മാൻ കോൾഡ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി സാറ്റ് സ്റ്റിൽ ഇൻ എ ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക. അതായത് നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഒരു ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. ട്രെയിനിൽ അദ്ദേഹം ഇതുപോലെ സീറ്റ് മാറിക്കൊടുത്തില്ല, അദ്ദേഹം ട്രെയിനിൽ തന്നെ ഇരുന്നു. ദ വൈറ്റ് പാസഞ്ചേഴ്സ് ത്രൂ ഹിം ഔട്ട്. വെള്ളക്കാരായ പാസഞ്ചേഴ്സ് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. There are many other stories of his courage and of the courage others got from him to fight for their rights. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെയും മറ്റുള്ളവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അദ്ദേഹത്തിൽ നിന്നും ധൈര്യം ലഭിച്ചതിൻ്റെയും വേറെ നിരവധി കഥകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റോറി എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് റോസ പാർക്സിൻ്റെ ബയോഗ്രഫിയിൽ നിന്നാണ്. റോസ പാർക്കിൻ്റെ കഥയും ഗാന്ധിജിയുടെ കഥയും ഒക്കെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ നല്ല പൗരന്മാരായിട്ട് വളരുകയും നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.